ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗോവയിലെ പാർട്ട് 3 വീഡിയോ ആണിത്. പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇന്നലത്തെ 2 എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവർ ചാനലുണ്ട്. അപ്പോൾ അത് കയറി കാണുക, എന്നിട്ട് ഈ പാർട്ട് കാണുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് 9:30 വണ്ടി. അപ്പോൾ ഇന്ന് ഏതൊക്കെയാണ് സ്ഥലത്ത് പോകണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, അച്ഛനെ അറിയത്തുള്ളൂ. അച്ഛനോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇറങ്ങാൻ ടൈമായിട്ടുണ്ട്. എന്തായാലും ഇറങ്ങിയിട്ട് കാണാം. ഓക്കെ, ഫൈനലി വണ്ടി അവിടെ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റോഡിലോട്ട് നടക്കണം. അപ്പോൾ ഫസ്റ്റ് എവിടെയാണ് പോകുന്നത്? ഇന്ന് ഗോവയിലെ നോർത്ത് ഗോവ ടൂറാണ്. നോർത്ത് ഗോവയിലുള്ള കുറേ പ്രധാനപ്പെട്ട ബീച്ചുകളും 2 പ്രധാനപ്പെട്ട ഫോർട്ടിലുമാണ് ഞങ്ങളിന്ന് പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ബീച്ചുകളെന്ന് പറയുമ്പോൾ റെയ്സ് മാഗോസ് ഫോർട്ടും ഡോൾഫിൻ ഷോയും, അഗോഡ ഫോർട്ട് ജയിലും, പിന്നെ സിംഗ്യൂറിയം ബീച്ച്, അതുപോലെ കലാങ്കൂട്ട ബീച്ച്, പിന്നെ ലാസ്റ്റ് ബാഗ ബീച്ച്. നമ്മൾ താമസിക്കുന്ന ബാഗ ബീച്ചിൽ തന്നെയാണ്. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തത് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് നൈറ്റ് നമ്മൾ അവിടെ നൈറ്റ് അല്ലേ? ഇപ്പോൾ എവിടെ പോകുന്നത്? ഫസ്റ്റ് ഇപ്പം നമ്മൾ ആദ്യം പോകുന്നത് റെയ്സ് മാഗോസ് ഫോർട്ടിലാണ്. കോട്ട, നോർത്തിലുള്ള പ്രധാനപ്പെട്ട കോട്ട. അവിടെ പോയാൽ അറിയാൻ പറ്റും അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്. അതെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അല്ല, വണ്ടി കയറിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ബസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മളെ പയ്യന്മാരൊക്കെ എത്തി. അവ മാത്രം ഓൺ. അപ്പോൾ ഇന്നും പറഞ്ഞ സമയത്തേ ഉള്ളതല്ല. 9:30 എന്ന് പറഞ്ഞു, 10 മണിയായപ്പോൾ വണ്ടി വന്നു. ഇന്നലെ അതിലും താമസിച്ചില്ലേ, കാണണ്ടോ? അപ്പോൾ അറിഞ്ഞ സ്ഥലങ്ങളൊക്കെ പറഞ്ഞില്ലേ, എനിക്ക് വായിൽ വരുന്നില്ല ആ പേര്, പെട്ടെന്ന് അങ്ങനെ ഓർമ്മിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ എടുത്തെടുത്ത് പറയാത്തത്. ഇവനറിയാതെ. ഓക്കെ, പറയൂ. ഗ്രൂപ്പിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പറയൂ. ഫസ്റ്റ് പോണ സ്ഥലം മാത്രം. നമ്മൾ നോർത്ത് ഗോവയിലാണ് പോകുന്നത്. റെയ്സ് മാഗോസ് ഫോർട്ട്, ഡോൾഫിൻ ഷോ കാണാൻ പോകുന്നത്. അത് പിന്നെ റെയ്സ് മാംഗോസ് ഫോർട്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, സ്ഥലമെത്തി. വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. നമ്മളത് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പയ്യന്മാരൊക്കെ ദേ വരുന്നുണ്ട്. കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് നടക്കാൻ. അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ? ഇത് നോക്കണെങ്കിൽ ഞാൻ കൊള്ളാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് തരാം. പിന്നെ വന്നപ്പോൾ കോമഡി, വണ്ടിയിൽ പാട്ടിട്ട് 5 പൈസയ്ക്കുള്ളത് സ്പീക്കറൊക്കെയാണ് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് കാണാൻ കഴിയും. ഡോൾഫിൻ ഷോ കാണാനാണ് ആദ്യം വന്നത്. അപ്പോൾ ഇല്ല, സംഭവമില്ല. അപ്പോൾ ഇതുവരെ വന്നത് തിരിച്ചു പോകണം. പക്ഷേ ഇവിടെ നല്ല വൈബാട്ടാണ്ട, നല്ല കിടിലം വൈബാണ്. എന്ത് പറയാനല്ലേ, കൊള്ളാം നൈസായിട്ട് തേഞ്ഞൊന്ന്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത് ഇപ്പം സ്ഥലം നമ്മൾ പറയുന്ന പോലെ ഓർഡറിലൊന്നും അല്ല പോകുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത് എവിടെയാണെന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. എന്തുവാടാ പേര് പറയൂ? അതേനാ. അപ്പോൾ ഇവിടെ ഏതോ ഒരു ജയിലെന്നാണ് സംഭവമാണ് പറഞ്ഞത്. അത് കാണാനായിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ വർണ്ണ വഴിയിൽ ഫുൾ അലമ്പായിരുന്നു, ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈബായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാൾക്ക് 25 രൂപയാണ്. 14 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അകത്ത് കയറിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, അഗോഡ ഫോർട്ട് എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസിൻ്റെ ടൈമിൽ ഈ സ്ഥലം ജയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി, വെള്ളം കിട്ടാതെ വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ചോദിച്ചു. അതിന് മുമ്പൊക്കെ ഇത് വളരെ ദുഷ്ടപ്രവൃത്തികളുണ്ട്. അപ്പോൾ ഈ നാട്ടുരാജാക്കന്മാരെ പിടിച്ചിട്ട് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ച് ഇടുക, മേളിൽ നിന്ന് ഭക്ഷണം വരച്ചെടുക്കുക. അതിന് വേണ്ടി നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആ രീതിയിൽ കുറേ ജയിലുകൾ കാണും. ആ ജയിലായിരുന്നു. ജയിലിനകത്ത് നമ്മളിങ്ങനെ നിൽക്കുക, മുമ്പ് കഴുത്ത് കെട്ടുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമായത്. അത് കഴിഞ്ഞിട്ട് ഇത് മ്യൂസിയമായിട്ട് എടുത്തു. ഇത്രയും നല്ല വേണ്ട ഇവിടെ പൈസ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതിന് പെർ ഹെഡിന് 25 രൂപയാണ് അതിന് ചാർജ് ചെയ്യുന്നത്. കുട്ടികൾക്ക് 15 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ചാർജസ് ഇല്ലെങ്കിൽ ID കാണിക്കുകയും ചെയ്താൽ മതി.
ഇതാണുള്ളത് കേട്ടോ. എന്നിട്ട് പോയിട്ട് 1 മണിക്കൂർ നിങ്ങൾക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. അവിടെ നിന്ന് നിങ്ങൾക്ക് കടലും വ്യൂ പോയിൻ്റ് ഒക്കെ കാണാം. ഫോട്ടോ എടുക്കാൻ കാര്യങ്ങൾ 1 മണിക്കൂർ നിങ്ങൾക്ക് ഇവിടെ സമയമുണ്ട്. 1 മണിക്കൂർ നിങ്ങൾ തിരിച്ചു വന്നാൽ കേട്ടോ. ഇതാണ് ഇതിൻ്റെ കാര്യം. അഗോഡ ഫോർട്ട്, അഗോഡ ജയിൽ. ഇതാണ് ലൈറ്റ് ഹൗസ് എന്നും അറിയപ്പെടുന്നുണ്ട്. പിൻകാലത്ത് ഇത് ഷിപ്പിന് ലൈറ്റ് ഹൗസ് ആയിട്ട് ആ കാണുന്നത് ലൈറ്റ് ഹൗസ് ആയിട്ട് അറിയപ്പെട്ടു. ഇത് ലൈറ്റ് ഹൗസ് നേരെ ഇതിന് അവിടുന്ന് കാണാൻ ഷിപ്പിൻ്റെ പോർട്ടുണ്ട്. ഷിപ്പ് നമ്മൾ ലോഡ് ചെയ്യുകയും അൺലോഡ് ചെയ്യുന്ന പോർട്ടുണ്ട് അവിടുന്ന്. അവർക്ക് വേണ്ടിയിട്ട് ലൈറ്റ് ഹൗസ് ആയിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ 2-3 പേർപ്പസിലാണ് ഈ അഗോഡ ഫോർട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ശരി. ഇവിടെ നല്ല രീതിയിൽ തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കാണാനായിട്ടുള്ളത് എന്തായാലും കുറച്ച് അങ്ങോട്ട് നടക്കണം. കുറച്ച് നടക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരുത്തനെങ്കിലും കൂടി ഉണ്ടേ നമ്മളോട് വന്നാനേട്ടാ. നമ്മളോട് വന്ന ഒരാൾ ഇതാ ഇവിടെ കൂടെ ഓടി അങ്ങ് പോവുക, നിൽക്കുന്നില്ല. ഒരു പെണ്ണിട്ട നിരോധനമുള്ളത് അത് കഴിഞ്ഞ വീഡിയോയിൽ ആരും അതിനൊക്കെ അറിയിച്ചിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ ഉള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പോൾ ഇവിടെ അങ്ങനെ കാരണം ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലെങ്ത് തന്നെ കൂടും. പിന്നെ നേരത്തെ സംസാരിച്ച പുള്ളി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ഹോം സ്റ്റേയിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരനാണ് ഇപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസുകളൊക്കെ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് ഇത് കണ്ടോ, ഈ ഒരു സംഭവം ഉണ്ടോ, ഇവിടെ പണ്ട് കാലങ്ങളിൽ മുതലേം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരെ പിടിച്ച് ഇതിൻ്റെ അകത്തങ്ങ് ഇടും എന്തെങ്കിലും പ്രശ്നം വല്ലതും കാണിച്ചാൽ. ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇപ്പോൾ ഇങ്ങനെ ശൂന്യം. പണ്ട് കാലത്തുള്ള പരിപാടി ആട്ടെ ഇതൊക്കെ. നമ്മുടെ ഗൈഡ് അണ്ണൻ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഈ തൊപ്പി വെച്ച് പോകുന്ന ആളെ അറിയാവോ? ഇന്നലത്തെ വീഡിയോയിൽ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഗൈസ് സംഭവം ഇവിടെ നിന്ന് റൈറ്റ് ഈ വഴി പോകണം. എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് ഓടൻ കേട്ടോ. അതെ എന്ത് പറഞ്ഞാലും ആ ഒരു സംഭവം മാത്രം. അടുത്ത ഗൈഡ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ട്, ഭയങ്കര തിരക്കാട്ടാ. അതാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കാം. എന്തായാലും ഇത് പണ്ട് കാലത്ത് എന്തൊക്കെയൊക്കെയോ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ഇപ്പുറത്തെ സൈഡിലുണ്ട് സംഭവം. അങ്ങനെ ഇതിൻ്റെ ഹിസ്റ്ററി കൃത്യമായിട്ട് അറിയാമെന്നുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ വലുതായിട്ടൊന്നും മനസ്സിലാകത്തില്ല. അതേണ്ടോ ഇവിടേതായ വിശാലായിട്ട് ഇതായിരിക്കും നേരത്തെ പറഞ്ഞ മറ്റേ ലൈറ്റ് ഹൗസിൻ്റെ സംഭവം, കപ്പലിന് വഴി കാണിച്ചു കൊടുക്കുന്നത്. പറഞ്ഞില്ലേ ജയില്, ഇതാണ് ജയിൽ. ഇതുണ്ടോ ജയിൽ കണ്ടോ? ഓരോ ജയിലുകൾ അടച്ചു വെച്ചേക്കുന്നുണ്ടോ? ഓരോ നാട്ടുരാജാക്കന്മാരെ പിടിച്ച കമ്പിക്ക്. ഗൈസ് ഇതൊക്കെ ജയിലാണ്, അടച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇത് അണ്ടർഗ്രൗണ്ട് ജയിലാണ്. ഇതിന്റെ ഓപ്പണിംഗ് അങ്ങോട്ട് താഴെ ഒരു ജയിലുണ്ട്. ആ ജയിലിലേക്കാണ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നത്. ഇതുണ്ട് ഈ ജയില്. അപ്പോൾ അവിടെ നിന്ന് അവർ ഭക്ഷണമൊക്കെ മേളിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുകയും ഇവർ ഈ ഇവിടെ നിന്ന് മരിക്കുന്ന ആൾക്കാരെ കൊണ്ടുപോയിട്ട് അവിടെ ഇതിൻ്റെ പുറത്താ മറ്റേ കുറേ പരിപാടി ചെയ്തുകൊണ്ടിരുന്ന 1961 പോർച്ചുഗീസുകാർ ഇവിടുന്ന് പോകുന്നത്. അതുവരെ ഇവരുടെ അണ്ടറിലായിരുന്നു ഇത്. ഗോവ ഒരു രാജ്യമാക്കിയിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അപ്പം നമ്മുടെ ഗവൺമെൻറ് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ ഇവരെ ഓടിച്ചു കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് തിരിച്ചു കിട്ടിയത്. അല്ലെങ്കിൽ ഇത് പോർച്ചുഗീസിൻ്റെ രാജ്യമായിട്ട് അവർ പ്രഖ്യാപിക്കാൻ തുടങ്ങിയതായിരുന്നു. അതാണ് അതിൻ്റെ കഥ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കേണ്ടത് ഇതൊക്കെ പഴയ ലൈറ്റ് ഹൗസ് ആണിത്. ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ, ഷിപ്പിന് വഴി കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഇതിങ്ങനെ ഇതാണ് പോർട്ടെന്ന്. ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന പോർട്ടാണ്, ഗോവൻ്റെ പോർട്ട്. അതായത് ഷിപ്പ് എടുക്കുന്ന സ്ഥലം. ഇത് കാണാൻ ലൈനിൽ കാണാം, ഷിപ്പ് അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പ്രവർത്തനമല്ല. ഇപ്പോൾ അവിടെ നോക്കി അതായിരിക്കും അവിടെ പുതിയതായിട്ട് ലൈറ്റ് ഹൗസ് ഓണാക്കിയത്. അപ്പോൾ അതാണ് ഇപ്പം പുതിയ ലൈറ്റ് ഹൗസ്. ഓക്കെ, ഇത് കണ്ട് നിങ്ങൾ അവിടെ അതിലേക്കൂടെ പോകുക, ഇതിൻ്റെ മേളിൽ കയറി കറങ്ങിയിട്ട് ഫോട്ടോസ് എടുക്കുകയോ കാര്യങ്ങൾ ചെയ്തിട്ട് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് വന്നേക്കും. ഇതാണ് കോട്ട കേട്ടോ. ഇത് അവിടെയൊക്കെ പോയി നല്ല രസമാണ്. 61 ശേഷമാണ് ഇന്ത്യയിലെ കയ്യിൽ കിട്ടിയത്. ഇന്ദിരാഗാന്ധിയാണ് നമ്മളെ കയ്യിൽ തന്നത്. അതിന് മുമ്പ് വരെ പോയിരുന്നു. പോർച്ചുഗീസുകാർ ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. സെല്ലുകളാണ്, ഓരോ സെല്ലുകളായിരുന്നു കേട്ടോ. നിങ്ങൾ റൗണ്ട് കണ്ടോ? ഒരാളെ ഇങ്ങനെ പിടിച്ചതിനകത്ത് അവിടെ പിടിച്ചുകൊണ്ട് നിൽക്കും. ഇത് ഇവിടെ നടക്കുന്ന ക്രൂരകൃത്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നു. പിന്നെ പിന്നെ അത് അവർ ഒരു വാട്ടർ സ്റ്റോറേജ് പ്ലേസ് ആക്കി എടുത്തു. ഇത് വെള്ളമില്ലാണ്ട് അവരുടെ യുദ്ധ സമയത്തൊക്കെ വെള്ളമില്ലാണ്ട്
അങ്ങനെ ഇത് വാട്ടർ സ്റ്റോറേജ് പ്ലേസ് ആക്കി. അങ്ങനെ എന്നിട്ട് ഇപ്പോഴും ഉണ്ടല്ലേ അണ്ടർഗ്രൗണ്ട് അവിടെ പോയി നോക്കാം, നമുക്ക് കാണാം. ഇതാണ് പറഞ്ഞത് അണ്ടർഗ്രൗണ്ട് ജയിലെന്ന് പറഞ്ഞത്. ഈ സംഭവമാണ് ഗൈസ് അണ്ടർഗ്രൗണ്ട് ജയില്. ഇത് തന്നെ, ഇതാണ് അണ്ടർഗ്രൗണ്ട് ജയില്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് അണ്ടർഗ്രൗണ്ട് ജയിലായിരുന്നു. പിന്നെ അവർക്ക് യുദ്ധ സമയത്ത് വെള്ളം കുറവായതുകൊണ്ട് പിന്നെ അത് വെള്ളം സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ പരിപാടി. മുകളിൽ കയറാം ഗൈസ്. എന്തായാലും നോക്കട്ടെ സംഭവം പരിപാടി. ഇരുട്ടാണ് ട്ടാ. ഓ ഗൈസ്, ക്യാമറയിൽ കാണാമല്ലോ, പക്ഷെ അകത്ത് കാണാം. മുമ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, ഈ എക്കോ പറഞ്ഞത് മൊത്തം അവിടെ ആൾക്കാർ കൂവുന്നുണ്ട്, അതാട്ടാ. ആണെങ്കിൽ ചെറിയൊരു ഗുണാക്കേവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ട ഗൈസ്, എക്കോ ഒക്കെ കേൾക്കുന്നുണ്ട്. കൊള്ളാം പരിപാടി. അതിൻ്റെ അകത്ത് വീഴല്, നിന്നെ കിട്ടൂല പിന്നെ. ഓക്കെ ഗൈസ്, എന്തായാലും അങ്ങോട്ട് പോട്ടെ. ഒരു ജയിലിൻ്റെ കാര്യം പറഞ്ഞില്ല, അത് ഇതാട്ടാ. ഇത് സത്യം പറഞ്ഞാൽ ജയിലാണ്. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് ഉണ്ട് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് ജയിൽ. അതേപോലെ ഇതിൻ്റെ ചുറ്റും ഉണ്ട് സംഭവം. അത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ക്യാമറയിൽ എത്ര ക്ലിയർ ആണെന്ന് അറിയത്തില്ല. അവർ പറഞ്ഞനുസരിച്ച് ഇപ്പോൾ ഓണായതുകൊണ്ട് ഇപ്പോൾ കൂടുതലും മലയാളികളും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുവാണ്. നമുക്കെന്തായാലും ഇവിടെ ഇനി ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ഇനി എടുക്കുന്നില്ല. സോ നമുക്ക് താഴോട്ട് പോയിട്ട് എടുക്കാം ഗൈസ്. അതായത് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടേ അടുത്ത വീഡിയോ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓൾറൗണ്ടർ മനസ്സിലായല്ലോ. ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നമുക്ക് ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം, ഇവിടെ ഒരു ജയിൽ ഓപ്പൺ ആട്ടാ. അതിൻ്റെ അകത്ത് നമുക്ക് കയറി നോക്കാം. അപ്പോൾ ഇതാണ് അവസ്ഥ. സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് ഗൈസ് പണ്ടത്തെ ജയിൽ. ഇതിൻ്റെ അകത്താണ് കുറ്റവാളികളൊക്കെ കൊണ്ടുവന്ന് ഇടുന്നതും കാര്യങ്ങളൊക്കെ. ഓ നൈസ്, ജയിൽ സെറ്റപ്പാട്ടാ ഗൈസ്. ഇത് വന്നില്ലായിരുന്നെങ്കിൽ വൻ നഷ്ടമാകുമായിരുന്നു. കണ്ടില്ലായിരുന്നു, ഇതാണ്ട മുകളിൽ ഇങ്ങനത്തെ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മളാൾക്കാരാണ്. അപ്പോൾ ജയില്, അപ്പോൾ ഇതാണ് ജയിൽ. പിന്നെ ഇവിടെ എന്തോ ഒരു വ്യൂ എന്തോ ഉണ്ട്, പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ അങ്ങനെ ഇല്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പരിപാടി. നമുക്ക് എന്തായാലും നോക്കാം. കണ്ട ഗൈസ്, ഇതാണ് ഇവിടെ. ഇത് നമ്മൾ നേരത്തെ വന്നപ്പോൾ ഉള്ള സംഭവം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇതേപോലത്തെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നതായിരിക്കും. നമ്മളിത് മുകളിലേക്ക് വന്നപ്പോൾ ഉള്ള കാഴ്ചകളാണിത്. ഇതൊക്കെ ഇത് ദൂരെ കടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഇതാണ് വ്യൂ, സെറ്റ് വ്യൂ കേട്ടോ. ഇത് കണ്ട കിടിലം വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതെന്താ, ഇത് നമ്മൾ ജയിലിൻ്റെ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട, ഇതിൻ്റെ അകത്തുനിന്നാണ് കണ്ടത്. അപ്പോൾ ഇവിടെയാണ് മുതലുകളും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത്. കുറ്റവാളികളെ ഇവിടെ കൊണ്ടങ്ങിടും, മുതല തിന്നും. അപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഗൈസ് പരിപാടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ ഇനി പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. സോ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുള്ളൂ. അതുവരെ എല്ലാവർക്കും വെയിറ്റ് ചെയ്യൂ ഗൈസ്. ഓക്കെ, നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഒരു ബീച്ചാണ്. ബീച്ചിൻ്റെ പേരെനിക്കറിയത്തില്ല. രണ്ട് സൈഡും ഒരുപാട് ഷോപ്പിംഗ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര വെയിലാട്ടോ. ഇപ്പോൾ സമയം 1:15 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭയങ്കര വെയിലാണ്. ഈ സമയത്ത് ബീച്ചിൽ കൊണ്ടുവരാൻ കാണിച്ച അച്ഛൻ്റെ മനസ്സ്. അച്ഛനെ കുറ്റം പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, ഹീസ് എ ടൂർ കോർഡിനേറ്റർ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബീച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതേത് ബീച്ച്? ഇതാണ് ഗോവയിലെ രണ്ടാമത്തെ പ്രശസ്തമായിട്ടുള്ള കലുങ്കൂട്ടെ ബീച്ച്. കലുങ്കൂട്ടെ ബീച്ച് ഇത് ബാഗ ബീച്ചിൻ്റെ ഒരു എൻഡാണ്. ഇതിൻ്റെ പ്രത്യേകത ഒന്നുമില്ല. വളരെ ഇപ്പോൾ മൺസൂൺ കാലം ആയതുകൊണ്ട് നിരന്ന ബീച്ചില്ല, കംപ്ലീറ്റ് മണലെടുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇനി ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പോൾ ഈ ബീച്ച് പഴയ രൂപത്തിലാകുമെന്നാണ് പറയുന്നത്. മണലൊക്കെ ഇങ്ങനെ അല്പം കൂടെ നിരന്ന ബീച്ചാവും. പക്ഷേ ബീച്ചിലിറങ്ങി കുളിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത. ഗോവയിൽ തന്നെ 40-40ലധികം ഇതേപോലെ ആൾക്കാർക്ക് കാണാൻ പറ്റിയ ബീച്ചുണ്ട്. അതിലൊരു ബീച്ചാണ് കരുംകോട്ടെ ബീച്ച്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും കൂടെയാണ്. ഓക്കെ. അപ്പോൾ ഗൈസ്, പിന്നെ ഇവിടെ വലിയ പ്രത്യേകതയൊന്നുമില്ല പറയാനായിട്ട്. ഇപ്പോൾ പറഞ്ഞ അത്രയും തന്നെയാണ്. ഇതാ കണ്ടല്ലോ, എല്ലാ ബീച്ചിലുള്ള പോലെ മണലും തിരമാലയും വെള്ളമൊക്കെ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത് പോകുന്നത് ഒരു ബീച്ചാണ്. അവിടെ വെച്ചാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതിനാൽ തന്നെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടെങ്കിൽ അത് ഞാൻ പറയാം, അല്ലാതെ എടുക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഇനി അടുത്ത് നമ്മൾ ഒരു ബീച്ചിൽ പോകുന്നുണ്ട്. സോ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം ഗൈസ്. നമ്മളിപ്പോൾ ഗോവയിലെ അഞ്ചുണ എന്ന് പറയുന്ന ബീച്ചിലാട്ടോ. ഇപ്പോൾ സമയം 3:15 കഴിഞ്ഞ്. ഇപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോസൊന്നും അങ്ങനെ അധികം എടുത്തില്ല ഫുഡ് കഴിക്കുന്നത്. കാരണം ഞാൻ വണ്ടിയിൽ നിന്ന് ഉറങ്ങി കിടക്കുകയായിരുന്നു. പിന്നെ എണീറ്റ് വന്നതാണ്. അപ്പോൾ ഫുഡ് ബിരിയാണിയാണ്. അത്രയ്ക്കങ്ങോട്ട് പോരാ. തലശ്ശേരി ബിരിയാണി എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ അത്രയ്ക്കങ്ങോട്ട് പോരാ ബിരിയാണി. പക്ഷേ ചിക്കൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ബീച്ചിലോട്ട് പോണതേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് എണീറ്റ് അങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത്. എന്താണ് പ്രത്യേകത എന്നൊക്കെ നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കണം. അപ്പോൾ എന്തായാലും ബീച്ചിൽ പോയിട്ട് കാണാം ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ബീച്ച്. അപ്പോൾ ഈ ബീച്ചിൽ കുറച്ച് പ്രത്യേകത ഉണ്ടല്ലേ. ഇവിടെ നല്ല വൈബാട്ടാ. ഇതേ കണ്ട, കിടിലം വൈബാണ് ഈ ഒരു ബീച്ച്. കണ്ട, പിന്നെ ഇവിടെ കൂടെ സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ ഈ വഴിയൊന്നും അങ്ങനെ അധികം ആരും പോകാറൊന്നും ഇല്ല. ആരും പോയിട്ടില്ല. ഇവിടെ ഇത് വെച്ചിട്ടുണ്ടല്ലേ, അത് കാണിക്കപ്പെട്ട്. അപ്പോൾ വേണ്ടോ, അടിപൊളി ഒരു ബീച്ചാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറയൂ. ഓക്കെ, ഈ ബീച്ചാണ് ഗോവയിലെ അഞ്ചുണ ബീച്ച്. മറ്റ് ബീച്ചുകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ബീച്ചാണ്. കാരണം ഈ ബീച്ചിൽ മണൽ തീരമില്ല. ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഒരു ജിയോഗ്രഫിക്കൽ സ്ട്രക്ചറാണ് ഇതിനുള്ളത്. ഇവിടെ എല്ലാം തന്നെ ഒരു തൂക്കുപാറക്കെട്ടുകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല, ഒരു ചെങ്കൽ മലകളാണെന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ തന്നെ കടലെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ പുലിമുട്ടൊക്കെ നിർമ്മിച്ച് ഇങ്ങനെ ഫെൻസിങ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റ് പല ബീച്ചിൽ നിന്നിട്ടും ഇവിടെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള വൈബാണെന്ന് പറയാം. കാരണം ഇവിടെ ഒട്ടും തന്നെ മണൽത്തീരമില്ല. നമുക്കിവിടെ ബീച്ചിൽ നമുക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ഇത് കടൽത്തിരയിൽ നമുക്ക് ഒന്ന് കാല് നനയ്ക്കാനോ ഒന്നും തന്നെ ഇവിടെ പറ്റില്ല. ഈ രീതിയിലുള്ള ഒരു പ്രത്യേകതയാണ് ഇവിടെ ഈ കാണുന്നത്. ഈ രീതിയിലുള്ള ഒരു പ്രത്യേകത ഇവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കലയിലുള്ള ക്ലിപ്സിന് സമാനമായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇതെല്ലാം കരിങ്കൽ കെട്ടുകളും കോൺക്രീറ്റും ഒക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ബീച്ചിൻ്റെ പ്രത്യേകത. നമുക്ക് നല്ലൊരു ഫോട്ടോ ഷൂട്ടിംഗ് കേന്ദ്രമാണ്. ഓക്കെ, റീൽസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം കൊണ്ട് എടുക്കുന്നുണ്ട്. നമുക്ക് ബാഗ ബീച്ചിൽ കയറേണ്ട ടൈം വന്നിട്ട് ഏകദേശം ഒരു 6 മണിക്ക് മുമ്പ് അവിടെ ക്ലോസിങ്ങാണ്, വെള്ളത്തിൽ ഇറക്കത്തില്ല. അങ്ങനെ ഒരു സീനുണ്ട്. അപ്പോൾ ഇതിനി എപ്പോൾ തീരുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇനി എന്തായാലും നേരെ ബാഗ ബീച്ചായിരിക്കും. സോ അപ്പോൾ കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ബാഗ ബീച്ചിൽ പോകുന്നുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങണമെന്നുള്ളവർക്ക് നേരത്തെ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പോയിട്ടില്ല. കാരണം എനിക്ക് നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പോയില്ല. പിന്നെ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാനും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. സോ ഞാൻ അങ്ങനെ ബാഗ ബീച്ചിൽ അപ്പോൾ പോയില്ല. പക്ഷേ ഇന്ന് നൈറ്റ് ഒരു 8:30 ആ ഒരു ടൈമിൽ നമ്മൾ ബാഗ ബീച്ചിൽ പോകും. നൈറ്റ് വൈബാണ്. സോ അത് അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഈ വീഡിയോയിലാകുമ്പോൾ ലെങ്ത് വളരെയധികം കൂടുതലാവും. അപ്പോൾ അതൊരു പാർട്ട് 3 വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് പ്ലീസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.